നമ്മുടെ മനസ്സിനകത്തുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മാന്യമായി, നന്നായി, വളരെയധികം ആഗ്രഹത്തോടു കൂടി, സന്തോഷത്തോടു കൂടി ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കണമെന്നാണ്. എന്റെയും ആഗ്രഹം അത് തന്നെയാണ്. നല്ല വാഹനം വേണം, നല്ല വീട് വേണം, നല്ല സമ്പത്ത് വേണം. എന്റേതെന്ന് മാത്രമല്ല, എല്ലാവരുടെയും, ഭൂമി ലോകത്തുള്ള എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അതാണ്. ഇവിടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പ്രയാസമില്ലാതെ, പ്രതിസന്ധിയില്ലാതെ, വളരെ ഭംഗിയോട് കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ഒരു സന്തോഷത്തിന് വേണ്ടി, മാന്യമായ, നന്നായ, നന്മയാർന്ന ജീവിതത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ വീടിനെ, നമ്മുടെ ജോലിയെ, നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാം നമ്മൾ വളരെയധികം അവിടുന്ന് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരുപാട് നമുക്ക് മെച്ചപ്പെടുത്താനും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കണ്ടെത്താനും ഒരുപാട് സുഹൃത വഴികൾ നമുക്ക് മുമ്പിലുണ്ട്. ഒരുപാട് അല്ലാഹു തആല പവിത്രതകൾ കൊടുത്ത ദിവസങ്ങളും സമയങ്ങളും മാസങ്ങളും എല്ലാം നമുക്ക് മുമ്പിലുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അതുപോലത്തെ ഒരു മാസമാണ് പവിത്രമായ മുഹറം എന്ന് പറയുന്നത്. വളരെയധികം പവിത്രതയുണ്ട്, മഹത്വമുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ മുഹറം മാസത്തിന്റെ സുന്ദരമായ ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്, നമ്മൾ കടക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അല്ലാഹു തആല ആ പുണ്യമായ ദിവസത്തെ വരവേൽക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അതെ, എന്നാൽ ജീവിതത്തിന്റെ മേഖലകളെ വളരെയധികം ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഇതാ നമ്മുടെ മുമ്പിലേക്ക് മരണമെന്ന് പറയുന്ന സത്യമുണ്ടല്ലോ. ആ സത്യത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ ഒരു പണി നടത്തേണ്ടതുണ്ട്, നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ പറയും മരണ വീട്ടിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ചൊല്ലുമ്പോൾ നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ മരണത്തെ കുറിച്ചിട്ട് നമ്മൾ പറയാം. അവന്റെ മരണം അവൻ എത്രയോ ചെറുപ്പത്തിലാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. പടച്ചുറബി, അവനിക്ക് ചെറിയ കുട്ടികളായിരുന്നല്ലോ, അവനിക്ക് ചെറിയ പ്രായമായിരുന്നല്ലോ, അവന്റെ ഭാര്യയ്ക്ക് ചെറിയ പ്രായമായിരുന്നല്ലോ. ഈ ചെറുപ്രായത്തിൽ തന്നെ അവൾ ഭാര്യയില്ല, ഭർത്താവില്ലാത്തവളായി മാറിയല്ലോ, അവൾ വിധവയായിട്ട് മാറിയല്ലോ. പടച്ചുറബെ, ഇങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിൽ വിഷമങ്ങൾ പറയുകയാ. അവന്റെ വാപ്പാക്കും ഉമ്മാക്കും അവനായിരുന്നു ഏറ്റവും വലിയ തണി എന്ന് പറയുന്നതോ. ആ മക്കൾക്കിനി വാപ്പയില്ലല്ലോ, ആ മക്കൾക്കിനി വാപ്പയില്ലല്ലോ. ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ പറയുന്ന, ഇങ്ങനെയൊക്കെ വേദനകൾ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട്. പടച്ചുറബേ, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആളുകൾ മറ്റുള്ളവരുടെ മരണത്തെ കുറിച്ച് പറയാറുണ്ട്. അല്ലാഹുവേ, അവൻ ഈ സമയത്ത് തന്നെ മരിക്കണ്ടായിരുന്നു, അവൻ ഈ സമയത്ത് തന്നെ മരിക്കണ്ടായിരുന്നു. കാരണം അവനെ കാത്തുകൊണ്ടിരിക്കുന്ന മക്കളും ഭാര്യയും വാപ്പയും ഉമ്മയും സഹോദരങ്ങളും സഹോദരിമാരും പടച്ചുറബേ ഒരുപാട് ആളുകളുണ്ടല്ലോ. എന്നിങ്ങനെ നമ്മളൊക്കെ പല ആളുകളെ കുറിച്ചിട്ട് വിഷമം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇവിടെയാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു സയ്യാദി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്ന വാക്കുകൾ നമുക്ക് പ്രസക്തമാകുന്നത്. അവിടുത്തെ വാക്കുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ട് നടക്കേണ്ടത് മറ്റുള്ളവരുടെ ജീവിതത്തിലോ അവരുടെ വിഷമങ്ങളിലോ പടച്ചുറബേ മറ്റുള്ളവരുടെ മരണം നമ്മൾ കാണുമ്പോൾ, മറ്റുള്ളവരുടെ മരണം നമ്മൾ കാണുമ്പോ, അല്ലാഹുവേ, നാളെ ഞാനും പോകേണ്ടതാണല്ലോ, നാളെ ഞാനും മരിക്കേണ്ടതാണല്ലോ. ആ മരണത്തിന് വേണ്ടിയിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് റബ്ബേ തയ്യാർ ചെയ്തിട്ടുണ്ടോ, എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് തയ്യാർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ചോദിക്കണേ. മഹാനായ ഇബ്രാഹിം ഇബ്നു സയ്യാദ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, ഒരു ജനാസക്കരികിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോവുകയാണ്. ജനങ്ങളതാ ജനാസയെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ആ മനുഷ്യന്റെ മരണത്തെ കുറിച്ച് ഒരുപാട് സംസാരിക്കുകയാണ്. ആ സമയത്ത് അവിടുന്ന് മഹാനവറുകൾ പറയുകയാ, ഖാഫൂ അലാ
നിങ്ങളുടെ ശരീരത്തെ നിങ്ങളൊന്ന് പേടിക്കണേ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് പേടിക്കണേ. നിങ്ങൾക്ക് മരണമുണ്ട്, നിങ്ങൾക്ക് ഖബറുണ്ട്, നിങ്ങൾക്ക് ഹിസാബുണ്ട്, നിങ്ങൾക്ക് നരകമുണ്ട്, നിങ്ങൾക്ക് മഹ്ശറയുണ്ട്, നിങ്ങൾക്കും സിറാത്തുണ്ട്. ഇതെല്ലാം നിങ്ങൾക്കും കടന്നു വരാനുണ്ട്. എന്നിട്ട് അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, റുഇയത മലക്കുൽ മൗത്ത് ദൂഖു മിറാറത്തുൽ മൗത്ത്. ആ കടന്നു പോകുന്ന മയ്യത്തുണ്ടല്ലോ, ആ മയ്യത്ത് 3 കടമകൾ കഴിഞ്ഞിട്ടുണ്ടോ, 3 കടമകൾ കടന്നു പോയവനാണ്. അവന്റെ ജീവിതത്തിൽ അവന് 3 കടമകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്നാമതായിട്ട് മഹാനവറുകൾ പറയുകയാണ്, റുഇയത മലക്കുൽ മൗത്ത്. ആ മനുഷ്യൻ മലക്കുൽ മൗത്തിനെ കണ്ടിട്ടുണ്ട്, ആ മനുഷ്യൻ മലക്കുൽ മൗത്തിനെ കണ്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട് അവിടുന്ന് പറയുന്നു, ദൂഖു മിറാറത്തുൽ മൗത്ത്. അല്ലാഹുവേ, മരണസമയത്തുള്ള വേദനയുണ്ടല്ലോ, വല്ലാത്ത വേദനയാണല്ലോ, വല്ലാത്ത വേദനയാണല്ലോ. ആ മരണസമയത്തുള്ള വേദനയെ കുറിച്ചിട്ടോ അല്ലാഹുവേ, ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന നമുക്ക് സാമ്യപ്പെടുത്താൻ കഴിയില്ലല്ലോ. ഒരു മനുഷ്യന്റെയും വേദന അവിടെ നമുക്ക് സാമ്യപ്പെടുത്താൻ കഴിയില്ലല്ലോ. അത്രത്തോളം വലിയ കഠിനമായ വേദനയാണ് മരണത്തിന്റെ വേദന എന്ന് പറയുന്നത്. ആ മരണത്തിന്റെ വേദന അവൻ അനുഭവിച്ചവനാ. അവസാന സമയം മോശമാകുന്ന അവസ്ഥയെ തൊട്ടിട്ട് ആ പോകുന്ന മയ്യത്ത് കഴിച്ചിലായവനാണ്, അവൻ രക്ഷപ്പെട്ടവനാണ്, രക്ഷപ്പെട്ടവനാണ്. അല്ലാഹു തആല ഹുസ്നുൽ ഖാതിമത്ത് നൽകിയവനാ. ആ മനുഷ്യന് മലക്കുൽ മൗത്തിനെ കണ്ടോ, അല്ലാഹുവേ, നല്ല മരണം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. മരണത്തിന്റെ വേദന അനുഭവിച്ചിട്ടുണ്ടോ? ഈ നിൽക്കുന്ന നിങ്ങൾ മലക്കുൽ മൗത്തിനെ കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന നിങ്ങള് മലക്കുൽ മൗത്തിനെ എങ്ങാനും കണ്ടിട്ടുണ്ടോ? ആ മരണത്തിന്റെ വേദനയെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അല്ലാഹു മരണം തന്നിട്ടില്ലല്ലോ. പിന്നെ മരണത്തിന്റെ ആ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചിട്ട് പറയാൻ നിൽക്കാതെ നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ മുമ്പിലേക്ക് മലക്കുൽ മൗത്ത് വരുന്ന സമയത്തേക്ക് നിങ്ങൾ തയ്യാറാകണേ. ആ സമയത്തേക്ക് നിങ്ങളൊന്ന് തയ്യാറാകണേ. നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറ്റണേ. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുക്കണേ എന്ന് എന്റെ പ്രിയമുള്ളവരെ മഹാനായ ഇബ്രാഹിം ഇബ്നു സയ്യാദ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. ഇതാണ് ഉമ്മ ജീവിതത്തിലെ നല്ല പാഠമെന്ന് പറയുന്നത്, നല്ല പാഠമെന്ന് പറയുന്നത്. പടച്ചറബ്ബേ, നമ്മളൊക്കെ മരണ വീടുകളിൽ പോകുന്നവരാണ്, ഒരുപാട് മയ്യത്തുകൾ കാണുന്നവരാണ്. ചെറിയ കുട്ടികളുടെ മയ്യത്ത് കണ്ടിട്ടുണ്ട്, പ്രായമായവരുടെ മയ്യത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇടനിലക്കാരുടെ മയ്യത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പടച്ചറബ്ബേ, കൊതി ജീവിച്ചിട്ട് കൊതി തീരുന്നതിന്റെ മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ എത്രയോ പിഞ്ചു മക്കളുടെ മയ്യത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ചിന്ത വരേണ്ടത് എന്താണെന്നറിയോ? അല്ലാഹുവേ, പ്രായമായൊരു മനുഷ്യൻ മരിക്കുമ്പോ അല്ലാഹുവേ, ദുനിയാവിന്റെ തുലിക്കുമ്പോൾ ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ള ആയുസ് അല്ലാഹുവേ നീ കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ ആഫിയത്തുള്ള, നിന്നെ അറിഞ്ഞുകൊണ്ടുള്ള നല്ല മരണം, നല്ല ജീവിതം നീ എനിക്ക്, ആഫിയത്തുള്ള ദീർഘായുസ്സും നീ എനിക്ക് തരണേ അല്ലാഹ് എന്നവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ മനസ്സിനകത്ത് ചിന്ത നമ്മൾ കൊണ്ടുവരണേ. ഇനിയോ ഒരു പിഞ്ചു കുഞ്ഞിന്റെ മയ്യത്ത് നമ്മൾ കണ്ടാൽ, പടച്ചുറബേ, ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്ത് നമ്മൾ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം,
ഏത് സമയത്തുമുണ്ടല്ലോ മരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമെന്നുള്ള ബോധം നമുക്ക് വേണമല്ലോ. ഏത് സമയത്തും മരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതാ. മരണത്തിന് പ്രായമെന്നില്ല, മരണത്തിന് സമയമെന്നില്ല. പടച്ചറബ്ബേ, നമ്മുടെ വിഷമങ്ങളോ നമ്മുടെ വേദനകളൊന്നും മരണം അവിടെ നിന്ന് നോക്കുന്നില്ല, അസ്റായീൽ അവിടെ നിന്ന് നോക്കുന്നില്ല. ഏത് സമയത്താണ് പടച്ച തമ്പുരാന്റെ കൽപ്പന വന്നത്, ആ സമയത്ത് നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതാ അസ്റായീൽ കാത്തു നിൽക്കുകയാണ്. അസ്റായീൽ നമ്മെ കാത്തു നിൽക്കുകയാണ് എന്നുള്ള ബോധം ഉമ്മ എന്റെ ഹൃദയത്തിൽ വേണമല്ലോ, എന്റെ ഹൃദയത്തിൽ വേണമല്ലോ, എന്റെ ഹൃദയത്തിൽ വേണമല്ലോ. എന്നെ കേൾക്കുന്ന എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പമാർക്ക് ഉമ്മമാർക്ക് വേണമല്ലോ. അല്ലാഹുവേ, നീ ഞങ്ങളെ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ, നീ ഞങ്ങളെ നല്ല മരണം തന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സൂഉൽ ഖാതിമത്തിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നല്ല മരണം തന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നല്ല മരണം തന്ന് സന്തോഷത്തോടെ സ്വർഗം കണ്ടിട്ട് മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. മഹാനായ ഇമാം ആമിശ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയുന്നത് കാണാ. മുൻഗാമികളായ ആളുകളുണ്ടല്ലോ, നമ്മുടെയൊക്കെ മുൻഗാമികളായ ആളുകളാ. പടച്ച റബ്ബേ, അവരൊക്കെ ഒരു മരണ വീട്ടിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവരും മരിച്ചൊരു മയ്യത്തിനെ പോലെ ആയി മാറുമായിരുന്നുവത്രേ. എന്തേ കാരണമെന്നറിയോ? എന്തേ കാരണമെന്നറിയോ? അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവര് വല്ലാതെ പൊട്ടിക്കരയുകയാണ്. പടച്ച റബ്ബേ, മരണത്തെ ഓർത്തുകൊണ്ട് റബ്ബേ, നാളെ ഞാനും ഇങ്ങനെ കിടക്കണല്ലോ, ഞാനും ഇങ്ങനെ കിടക്കണമല്ലോ. ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ അവസ്ഥ എന്താകുമല്ലോ, എന്റെ അവസ്ഥ എന്താകുമല്ലോ എന്നവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബേ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ കരഞ്ഞിരുന്നുവത്രേ. മയ്യത്ത് കണ്ടാ കരയുമായിരുന്നുവത്രേ, ജനാസ കണ്ടാ കരയുമായിരുന്നുവത്രേ. നമുക്ക് മയ്യത്ത് കണ്ടിട്ട് കാര്യമില്ല. പടച്ച റബ്ബേ, എത്രയോ മയ്യത്ത് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ടോ, എത്രയോ മയ്യത്ത് പല ആളുകളുടെ കൈകളെ കൊണ്ട് കുളിപ്പിച്ചിട്ടുണ്ടോ. നമ്മുടെ വീട്ടിനകത്ത് തന്നെ വല്യപ്പാന്റെ വല്യമാന്റെ മയ്യത്ത് നമ്മൾ കണ്ടവരാണ്, വാപ്പാന്റെ ഉമ്മാന്റെ മക്കളുടെ മയ്യത്ത് നമ്മൾ കണ്ടവരാണ്. പക്ഷേ പടച്ച റബ്ബേ, ആ മയ്യത്തിനെ അല്ലാഹുവേ കണ്ടിട്ട് സ്വന്തത്തിലൊരു ഓർമ്മ പോലും നമുക്കില്ലല്ലോ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മഹാന്മാരായ ആളുകൾ, അവരൊക്കെ മുൻഗാമികൾ, അവരൊക്കെ ജീവിച്ചിരുന്നത് മരണത്തെ ഓർത്തുകൊണ്ടായിരുന്നു. പടച്ച റബ്ബേ, അവരൊക്കെ ജീവിതത്തിൽ അല്ലാഹുവേ എപ്പോഴും ഓർക്കാണ് അവർ മരണത്തെ. ഒരു മയ്യത്ത് കണ്ടാൽ അവരുടെ ജീവിതത്തിൽ അവർ ഓർത്തിരുന്നത്, പടച്ച റബ്ബേ, നാളെ ഞാനും ഇതുപോലെ കിടക്കണല്ലോ, നാളെ ഞാനും ഇതുപോലെ പോകണല്ലോ, എന്റെ മയ്യത്തും ഇതുപോലെ വെക്കുമല്ലോ, എന്റെ മയ്യത്തും ഇതുപോലെ കഫൻ പുടവിൽ പൊതിഞ്ഞിട്ട് പടച്ച റബ്ബേ വെക്കുമല്ലോ എന്നാലോചിച്ചുകൊണ്ട് അവർ കരയുമായിരുന്നു. അവരും ഒരു മയ്യത്തിനെ പോലെ ആകുമായിരുന്നു എന്ന് മുത്തുനബി മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് ബോധം തരണേ റഹ്മാനെ, ഞങ്ങൾ നന്മയിലാക്കണേ റഹ്മാനെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും, എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും, എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും റബ്ബേ, നീ ഞങ്ങളെ കുടുംബങ്ങളെ, ഞങ്ങളെ ബന്ധപ്പെട്ടവരെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് സംരക്ഷണം നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആ ഒരു മരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങണം.
ആ മരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ കളഞ്ഞിട്ട് നമ്മുടെ മനസ്സിനകത്ത് നല്ല ചിന്തകൾ വന്നിട്ട് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ എല്ലാം നമ്മൾ മാറ്റിവെക്കാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ വിജയിച്ച ഒരു വിഭാഗത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ വിജയിച്ച ഒരു വിഭാഗത്തെ അദാബി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദാവിടുന്ന് ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മൻ അഖയസുന്നാസ്, നബിയേ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ് നബിയേ? ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ് നബിയേ എന്നവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ അതാവിടുന്ന് മഹാനവറുകളോ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, സ്വഹാബാ വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണസമയമുണ്ടല്ലോ, ആ മരണസമയത്തിന്റെ ശേഷം, മരണത്തിന്റെ ശേഷം ജീവിക്കാനുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ, ഒരുപാട് നന്മകൾ ദുനിയാവിൽ വെച്ചിട്ട് ചെയ്തു കൂട്ടിയവനാരാ? അവനാണ് ദുനിയാവിലെ ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് അതാവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പടച്ച റബ്ബേ, എനിക്ക് 10ാം ക്ലാസ്സിന് ഫുള്ള് A+ ആയിരുന്നു, +2 എനിക്ക് ഫുള്ള് A+ ആയിരുന്നു. പിന്നീട് പടച്ച റബ്ബേ ഞാൻ എൻട്രൻസ് എഴുതി, നീറ്റ് എഴുതി, ഞാൻ ഡോക്ടറായി. പടച്ച റബ്ബേ ഞാൻ MBBS എടുത്തു. പടച്ച റബ്ബേ എല്ലാവരും എന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന പടച്ച റബ്ബേ ഞാൻ വലിയ ഡോക്ടറായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ലോ കോളേജിൽ പോയിട്ട് LLB എടുത്തിട്ട് ഞാൻ വലിയ അഡ്വക്കറ്റായി മാറിയിട്ടുണ്ട്, ഞാൻ IAS കാരനായിട്ടുണ്ട്, ഞാൻ IPS കാരനായിട്ടുണ്ട്. ലോകത്തിന്റെ ഏറ്റവും വലിയ ശാസ്ത്ര ലോകം എന്റെ കയ്യിലാണ്. പടച്ച റബ്ബേ ദുനിയാവില് ഈ കാണുന്ന അല്ലാഹുവേ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നവിടെന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ടല്ലോ. അങ്ങനെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. പടച്ച റബ്ബേ ഇന്ന് കാണുന്ന ആധുനിക സംവിധാനങ്ങളുടെ ഓരോ ഉറവിടങ്ങളും എന്റെ മെമ്മറിയിൽ നിന്നാണ് കടന്നു വരുന്നത്. ഇവനല്ല ഏറ്റവും വലിയ വിജയിച്ചവന്, ഇവനെ കുറിച്ചല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പടച്ച റബ്ബേ മരണത്തിന്റെ ശേഷം ഒരു ജീവിതം വരാനുണ്ടോ? അത് ഖബറാ, അത് മഅ്ശറയാണ്, അത് ഹിസാബാണ്, അല്ലാഹുവേ സിറാത്താണ്. എന്നിട്ട് സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് കടന്നു പോകണമല്ലോ. പടച്ച റബ്ബേ ആരാരുമില്ലാത്ത ഖബറോ, പാപ്പയോ ഉമ്മയോ സഹോദരങ്ങളോ ആരാരുമില്ലാത്ത ഖബറോ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസ്മാനാ. പടച്ച റബ്ബേ ഖബറെന്ന് പറഞ്ഞാൽ അല്ലാഹ് ഒരാളുടെ തുണയുമില്ലല്ലോ, ഒരാളുടെ തുണയും നമുക്കവിടെ ഇല്ലല്ലോ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പൊട്ടിക്കരയുകയാ. ഒരു കൊച്ചുകുട്ടികളെ പോലെ ഖബറിനെ കുറിച്ച് കേട്ടാൽ, ഖബറിനെ കുറിച്ചെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ, പടച്ച റബ്ബേ അല്ലെങ്കിൽ ഖബറെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് കരയുമായിരുന്നല്ലോ, അവിടെ നിന്ന് കരയുമായിരുന്നു.
കരയുന്നല്ലോ. പടച്ചുറബി അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, തങ്ങളെ എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്, മഹാനവറുകൾ അവിടുന്ന് പറയാറുണ്ട്, മഹ്ശറിലും നമുക്ക് ആളുകളുണ്ട്, സിറാത്തിലും നമുക്ക് കൂടെ ആളുകളുണ്ട്. പരസ്പരം നമ്മൾ അറിയില്ലെങ്കിലും, പരസ്പരം നമ്മൾ അവിടുന്ന് അറിയില്ല എങ്കിലും അവിടെ ആളുകളുണ്ടല്ലോ. പക്ഷേ ഖബറിനകത്ത് ആരുമില്ല, ഖബറിനകത്ത് ആരുമില്ല എന്ന് അല്ലാഹു തആല ദുനിയാവിൽ വെച്ചിട്ട് തന്നെ സ്വർഗ്ഗമുണ്ട് നിങ്ങൾക്ക്, സ്വർഗ്ഗമുണ്ട് നിങ്ങൾക്ക് എന്നവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ സ്വഹാബത്താ കരയുന്നത്. ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും സ്വർഗ്ഗമുണ്ടോ? ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും സ്വർഗ്ഗമുണ്ടെന്ന് ഉറപ്പുണ്ടോ ഉമ്മ? അല്ലാഹുവിന്റെ ഖബറിൽ നമുക്ക് രക്ഷയുണ്ടോ? സിറാത്തിലൂടെ വേഗത്തിൽ കടന്നു പോകാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും കഴിയുമോ എന്ന് നമ്മൾ ആരും തന്നെ ചിന്തിച്ചിട്ടില്ലല്ലോ. നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലല്ലോ. പക്ഷേ നമ്മൾ വിചാരിക്കുകയാണ്, പടച്ച റബ്ബേ ഞാൻ തന്നെയാണ് വലിയവന്, ഞാൻ തന്നെയാണ് നല്ല നമസ്കരിക്കുന്നവൻ, ഞാൻ തന്നെയാണ് ഇബാദത്ത് ചെയ്യുന്നവന്, എന്റെ അപ്പുറം ആരുമില്ല എന്ന് സ്വയം ചിന്തകൾ കൊടുത്തിട്ടോ, എന്ന് സ്വയം ചിന്തകൾ മനസ്സിനകത്ത് വിചാരിച്ചിട്ടോ പടച്ച റബ്ബേ നമ്മളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാഹ്. അതാ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുന്നത്, മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലേക്ക് ആരാണ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തത്, ഒരുപാട് നന്മകൾ ചെയ്തത്, അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് അത് അവിടുന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ ചരിത്രത്തിൽ കാണാം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നമുക്കൊരു ആയത്തുണ്ട്. ആര് തന്നെ ആയത്തുകൾ നമ്മൾ തന്നെ നിഷേധിച്ചാൽ, ഏത് യുക്തിവാദി കടന്നു വന്നിട്ട് അല്ലാഹുവില്ല വിശുദ്ധ ഖുർആൻ പറയുന്നത് സത്യമല്ല എന്ന് പറയുന്ന ഏതൊരാൾ കടന്നു വന്നിട്ടും പടച്ചവനെ അവിടുന്ന് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലും ഒരിക്കലും തന്നെ അവിടുന്ന് പടച്ച റബ്ബേ നശിച്ചു പോകാത്ത, ഒരിക്കലും തന്നെ അവരെല്ലാവരും ഉത്തരം മുട്ടിപ്പോകുന്ന, അവർക്കൊന്നും തന്നെ പറയാൻ കഴിയാത്ത അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ടോ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ടോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കുല്ലു നഫ്സിൻ ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور എന്ന് പറയുന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുണ്ടല്ലോ. ഈ ആയത്തിന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ആര് തന്നെ എന്തിനവിടുന്ന് നിഷേധിച്ചാൽ, അവിടുന്ന് കളവാക്കി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഒരാൾക്കും അവിടുന്ന് തള്ളിപ്പറയാൻ കഴിയാത്ത ആയത്താണ്. ഒരാൾക്കും തന്നെ തള്ളിപ്പറയാൻ കഴിയാത്ത ആയത്താ. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയുകയാ, മഹാനവറുകളുടെ ജീവിതത്തില് ഈ ആയത്തിങ്ങനെ ഓതുകയാണ്. ഒരുപാട് തവണ അവിടുന്ന് ഓതുകയാണ്. ഈ ആയത്തിങ്ങനെ വരുമ്പോ അല്ലാഹുവേ മരണത്തെ ഓർമ്മ വരികയാണ്.
അല്ലാഹ് വരാനിരിക്കുന്ന ജീവിതത്തെ അവിടുന്ന് ഓർമ്മ വരികയാണ്. ഓതി ഓതി പടച്ച റബ്ബേ, അതാ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അശരീരി കേൾക്കുകയാണ്. വഖദ് ഖതൽത 4000 മിനൽ ജിന്ന്. അല്ലാഹുവേ പടച്ച റബ്ബേ, ജിന്ന് വിഭാഗത്തിൽപ്പെട്ട അല്ലാഹുവേ 4000-ഓളം ജിന്നുകളാ പടച്ച റബ്ബേ ഈ ആയത്ത് ഹസനുൽ ബസരി തങ്ങൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ, ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഓതിയപ്പോ മരണത്തെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് ഓർത്തുകൊണ്ട് ഓതിയപ്പോ പടച്ച റബ്ബേ ഈ മലക്കുകളുണ്ടല്ലോ, ഈ ജിന്നുകളുണ്ടല്ലോ, അവിടുന്ന് കരഞ്ഞു 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 അതാ മരണപ്പെട്ടു പോയി എന്നവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. ജിന്നുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല, മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് അത് അവനിക്ക് ഇബാദത്ത് ചെയ്യാനാ, അത് അവനിക്ക് ഇബാദത്ത് ചെയ്യാനാ. അതല്ലേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹുവേ ജിന്നുവർഗത്തെ അതേപോലെ തന്നെ മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് സൃഷ്ടിച്ചതാ, ഈ ദുനിയാവിലേക്ക് സൃഷ്ടിച്ചതാ. അല്ലാഹുവേ അത് ഒരുപാട് ഇബാദത്ത് പടച്ചു തമ്പുരാന് ചെയ്യാനാ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ഒരുപാട് ചോദിക്കണേ. ഒരു സ്വാലിഹായ മനുഷ്യൻ മരണപ്പെട്ടു പോയതുപോലെ പടച്ച റബ്ബേ എന്റെ മരണത്തെ നീ ആക്കണേ അല്ലാ, എന്റെ മരണത്തെ നീ ആക്കണേ അല്ലാ എന്നവിടുന്ന് പടച്ച തമ്പുരാനോട് നമ്മൾ ചോദിക്കണേ. എന്ന് പടച്ച തമ്പുരാനോട് ചോദിച്ച് നമ്മൾ കരയണേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഒരു നല്ല മനുഷ്യന്റെ മരണമുണ്ടല്ലോ പടച്ച റബ്ബേ, ഒരു നല്ല മനുഷ്യന്റെ മരണമുണ്ടല്ലോ. അതാ മലക്കുകൾ കടന്നു വന്നിട്ട് യഖൂലൂന സലാം, യഖൂലൂന സലാം, മലക്കുകൾ കടന്നു വന്നിട്ട് സലാം പറയുകയാ. പടച്ച റബ്ബേ ഇവൻ തിരിച്ചിട്ട് അങ്ങോട്ടും സലാം അടക്കുകയാണല്ലോ, സലാം അടക്കുകയാണല്ലോ. അവനിക്ക് ഖബറിലും രക്ഷയാണ്, സ്വർഗമുണ്ട്. പടച്ച റബ്ബേ മലക്കുകൾ കടന്നു വരികയാണ്. പടച്ച റബ്ബേ അസ്റായീൽ സന്തോഷത്തോടെ കൂടി കടന്നു വരികയാ. അല്ലാഹുവേ നല്ല മനുഷ്യന്റെ മരണം അങ്ങനെയാണ് ഉമ്മ. അവൻ പുഞ്ചിരിക്കുകയാണ്, നെറ്റിത്തടം വിയർക്കുകയാണ്, കലിമ ചെല്ലുകയാണ്, മുഖത്ത് പുഞ്ചിരി കാണുകയാണ്. റബ്ബേ സമാധാനത്തോടു കൂടി ലോകത്തോട് വിട പറയുകയാണ്. നല്ല മരണം നമുക്ക് വേണമല്ലോ. വലതുക ഉമ്മുക ഇബ്ന ആദമ ബാഖിയാ വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ. ഈ ദുനിയാവിന്ന് വിട പറയുന്ന സമയത്തുണ്ടല്ലോ, ഈ ദുനിയാവിന്ന് വിട പറയുന്ന സമയത്തുണ്ടല്ലോ, ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ, ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ഈ ദുനിയാവിലേക്ക് നീ കടന്നു വന്നപ്പോ പടച്ച റബ്ബേ ഉമ്മ പ്രസവിച്ചപ്പോ നീ കരഞ്ഞുകൊണ്ട് കടന്നു വന്നവനാണല്ലടാ. ഇനി ദുനിയാവിന്ന് നിന്റെ ചുറ്റും ദുനിയാവിലേക്ക് കടന്നു വന്നപ്പോ നിന്റെ ചുറ്റുമുള്ളവരെല്ലാവരും പുഞ്ചിരിക്കുകയായിരുന്നല്ലോ, എല്ലാവരും ചിരിക്കുകയായിരുന്നല്ലോ. വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ
في حال موتك ضاحكا مسرورا. പടച്ചറബ്ബേ നീ മരിക്കുന്ന സമയത്ത് അന്ന് നിന്റെ ചുറ്റും നിന്നിട്ട് ചിരിച്ച ആളുകളുണ്ടല്ലോ, അവരുടെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് ചിരിക്കാൻ കഴിയണല്ലോ. നിന്റെ ചുറ്റും നിന്നവരെല്ലാവരും കരയണല്ലോ. അല്ലാഹുവേ അതിന് വേണ്ടിയിട്ട് ദുനിയാവിന് നീ സന്തോഷം കണ്ടെത്തോ, സമയത്ത് നീ കണ്ടെത്തോ പടച്ചറബ്ബേ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ നീ ദുനിയാവിൽ ചെയ്യാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. നല്ല മരണം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരിക്കാൻ ഇങ്ങനെ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ അവിടുത്തെ ഭാര്യ തന്റെ ചാരത്ത് കടന്നു വന്നിട്ട് പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറയുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നു, പെണ്ണേ കരയല്ലേ, ഞാൻ കടന്നു പോകുന്നത് എന്റെ കൂട്ടുകാരുടെ അടുത്തേക്കാണ്, എന്റെ പുന്നാര നബി തങ്ങളുടെ അടുത്തേക്കാണ്, എന്റെ കൂട്ടുകാരന്റെ അടുത്തേക്കാ, എന്റെ മറ്റു സ്വഹാബത്തായ എന്റെ കൂട്ടുകാരുടെ അടുത്തേക്കാണ്. അതുകൊണ്ട് കരയല്ലേ എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അതാവിടുന്ന് പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ മരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം, ഇങ്ങനെ മരിക്കാൻ നമുക്ക് കഴിയണം. വലദക ഉമ്മുക ഇബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. ദുനിയാവിലേക്ക് നിങ്ങൾ കടന്നു വന്നപ്പോൾ, ഉമ്മ പ്രസവിച്ചപ്പോൾ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പിറന്നപ്പോൾ നീയൊക്കെ കരയായിരുന്നു. നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ കൂട്ടുകാർ, നിന്റെ സഹോദരങ്ങൾ, നിന്റെ ഉമ്മ, നിന്റെ വാപ്പ, വല്യപ്പ, വല്യമാരെല്ലാവരും അവര് സന്തോഷത്തോടെ തന്റെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ ചിരിക്കാം. ഇനി നീ ദുനിയാവിൽ പോകുന്നൊരു സമയമുണ്ട്. ഈ ദുനിയാവിൽ നീ പോകുന്ന സമയത്ത് ആ ചിരിച്ച ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് പുഞ്ചിരിക്കാൻ കഴിയണം, അന്ന് അവർ കരയണം. അങ്ങനെ നിനക്ക് കഴിയണമെന്നോ എന്റെ പ്രിയമുള്ളവരെ, മഹത്തുക്കൾ ഇവിടുന്ന് പാടുക. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അല്ലാഹുവേ പടച്ച റബ്ബേ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ രാവാണ്. ഇന്ന് വ്യാഴാഴ്ച ദിനമാണല്ലോ, പരിശുദ്ധമായ മുഹറം മാസമാണ്. പവിത്രമായ പടച്ച റബ്ബേ വെള്ളിയാഴ്ചയുടെ രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ രാത്രി ഉണ്ടല്ലോ, ഒരുപാട് ദുആക്ക് ഇജാബത്ത് കണക്കാക്കിയിട്ടുള്ള രാത്രിയാണ്. പടച്ച റബ്ബേ എന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര് മനസ്സിലാക്കിക്കോ, നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് വിഷമങ്ങളുണ്ടല്ലോ, ഒരുപാട് വേദനകളുണ്ടല്ലോ. ഇന്നത്തെ രാത്രി നിങ്ങളെങ്ങാനും പടച്ച തമ്പുരാനോട് പൊട്ടിക്കരഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ, റബ്ബേ ഇന്നത്തെ രാത്രി വ്യാഴാഴ്ച രാത്രിയാണ് എന്ന് പറഞ്ഞ വെള്ളിയാഴ്ചയുടെ നമ്മുടെ അറബ് ചന്ദ്രവർഷ പ്രകാരം നമ്മൾ വെള്ളിയാഴ്ച രാവാണല്ലോ. ഈ പുണ്യമായ ദിവസത്തിന് നമ്മൾ പടച്ച തമ്പുരാനോട് എന്ത് തന്നെ ചോദിച്ചാലും അല്ലാഹു നമ്മെ കൈവിടാത്ത രാത്രിയാണ്. അല്ലാഹുവിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുആക്ക് ഇജാബത്തുള്ള രാത്രികളെ പരിചയപ്പെടുത്തിയല്ലോ. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ,
അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, പവിത്രമായ വെള്ളിയാഴ്ച രാവിലെ ഒരാൾ അല്ലാഹുവോട് ദുആ ചെയ്താൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ദുആ തട്ടുന്നതല്ലോ, ഇവനിക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കുമെന്ന് അതാ പുന്നാര നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ സ്വലാത്തുകൾ അധികരിപ്പിച്ചോ. എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ, ഇന്ന് മഗ്‌രിബിയോടുകൂടി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് നിനക്ക് എന്തെല്ലാം സ്വലാത്തുകൾ അറിയാം. നിനക്ക് തിബ് സ്വലാത്ത് അറിയുമോ, താജ് സ്വലാത്ത് അറിയുമോ, സ്വലാത്തുൽ ഫാത്തിഹ അറിയുമോ, പടച്ച റബ്ബേ സ്വലാത്തുൻ നാരി നിനക്കറിയുമോ, എന്തെല്ലാം സ്വലാത്തുകൾ നിനക്കറിയുമോ, എന്തെല്ലാം ദിക്റുകൾ നിനക്കറിയുമോ, ഇതെല്ലാം ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ രാത്രി നിന്റെ വിഷമങ്ങൾ പടച്ച തമ്പുരാനോട് പറഞ്ഞാൽ, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞ 100% ഉറപ്പാണ് ഉമ്മ, 100% ഉറപ്പാണ് ഉമ്മ. നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു തആല നടത്തി തരുന്നതാ, നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു തആല നടത്തി തരുന്നതാ. പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ച റബ്ബേ തഹജ്ജുദിന്റെ സമയത്ത് നീ എണീക്കുക. എന്നിട്ട് പരിശുദ്ധമായ ഈ ദിനത്തില്, ഇന്നത്തെ ഈ ദിനത്തില് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി പിടിക്കുക. എന്നിട്ട് കണ്ണുനീരോട് കൂടിയിട്ട് ചോദിക്കണം, റബ്ബേ എനിക്ക് കടമുണ്ട് അല്ലാഹ്, എനിക്ക് രോഗമുണ്ട് അല്ലാഹ്, എന്റെ മക്കളെ കെട്ടിക്കാനുണ്ട് അല്ലാഹ്. പടച്ച റബ്ബേ നൂറുകണക്കിന് ആഗ്രഹങ്ങൾ ഹൃദയത്തിലുണ്ട് അല്ലാഹ് എന്നവിടെ നിന്ന് പടച്ച തമ്പുരാനോട് സന്തോഷത്തോടെ പടച്ച റബ്ബിന്റെ മുമ്പിൽ കണ്ണുനീരോടെ അല്ലാഹനെ കണ്ടുമുട്ടണമെന്ന ചിന്തയോട് കൂടിയിട്ട് അല്ലാഹനോട് ചോദിച്ചാ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയുണ്ടല്ലോ അല്ലാഹ് ഒരിക്കലും തട്ടുന്നതല്ല, അല്ലാഹ് ഒരിക്കലും തട്ടുന്നതല്ല. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ദിവസം മുതൽ തുടങ്ങിക്കോ. എല്ലാ ദിവസവും നിന്റെ ഒരുപാട് കടവും നിന്റെ ഒരുപാട് രോഗങ്ങളും നിന്റെ ഒരുപാട് വിഷമങ്ങളും അല്ലാഹു തആല മാറ്റിത്തരാനുള്ള ഏറ്റവും വലിയ വഴി ഞാൻ പറഞ്ഞു തരാ, ഏറ്റവും വലിയ വഴി ഞാൻ പറഞ്ഞു തരാ. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അനുഭവമാണ്, ജീവിതത്തിൽ അനുഭവമാണ്. അതേപോലെ തന്നെ പടച്ച തമ്പുരാന് ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ പറയുമ്പോ അവരിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ഉസ്താദ് പറഞ്ഞതുപോലെ ചെയ്തപ്പോ എല്ലാവിധ വിഷമങ്ങൾക്കും ഒരു സമാധാനമുണ്ട്, വിഷമങ്ങൾക്ക് അറുതിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ചെയ്തിട്ട് ഫലം കണ്ട അമല എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെയോ, ഇനി നിങ്ങൾക്ക് സാമ്പത്തികമായ വിഷമങ്ങൾ നിങ്ങളെ അലട്ടുന്നതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നതല്ല. ഞാൻ പറഞ്ഞു തരാ, എല്ലാ ദിവസവും പരിശുദ്ധമായ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് പടച്ച റബ്ബേ ആ നമസ്കാരപ്പായിൽ നിങ്ങൾ ഇരുന്നു കൊണ്ട് അല്ലാഹുവേ നമസ്കാര ശേഷമുള്ള എല്ലാ ദിക്റുകളും സ്വലാത്തുകളും ദുആകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പടച്ച റബ്ബേ നമ്മൾ ചൊല്ലണേ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 100 തവണ നിങ്ങൾ ചൊല്ലണേ. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന പരിശുദ്ധമായ വചനം നിങ്ങൾ ചൊല്ലണേ. അതേപോലെ തന്നെ അല്ലാഹുവേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം ഈ പുണ്യമായ ദിക്റും അതുപോലെ തന്നെ 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണേ. ഈ 3 ദിക്റുകൾ 100 തവണ നമ്മൾ ഇരുന്നിട്ട് സുബ്ഹി നമസ്കാര ശേഷം അതേ പായിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ
മുമ്പിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്താൽ, അതേപോലെ തന്നെ അസ്ർ നമസ്കാര ശേഷം ഇതുപോലെ നമ്മൾ ചെയ്താൽ അല്ലാഹു തആല നമ്മുടെ പ്രയാസങ്ങൾക്ക് അല്ലാഹു അറുതി നൽകുമല്ലോ. നമ്മൾ വിചാരിക്കാത്ത വഴികളിലൂടെയുണ്ടല്ലോ നമ്മുടെ കടങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വേദനകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിക്കുന്നതാ. അല്ലാഹു നമുക്ക് പരിഹാരം തരുന്നതാ. മനസ്സിനകത്ത് കെട്ടിക്കിടക്കുന്ന നൂറുകണക്കിന് വിഷമങ്ങളുണ്ടല്ലോ, ആ വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റി തരുന്നതാണ്. എന്റെ പ്രിയമുള്ളവർ, അതുകൊണ്ട് ഈ പരിശുദ്ധമായ മുഹറത്തിൽ നിങ്ങളത് തുടങ്ങിക്കോളൂ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വിഷമങ്ങൾ മാറിക്കിട്ടും. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, നന്മ അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.